വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലം, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മുൻപിൽ തകരാൻ അനുവദിക്കാതെ വാഗ്ദത്ത നിവർത്തിയിലേക്ക് കയറ്റുന്ന ദൈവം. ഈ യോസേപ്പിനെ എല്ലാവരും കൂടെ ചേർന്നോ ഒരു ദിവസം? ഈ യോസേപ്പ് തൻ്റെ സഹോദരങ്ങൾ ആട് മേയ്ക്കാനായിട്ട് പോയ സമയത്ത് ഈ യോസേപ്പിനെ വീട്ടിലുള്ള അപ്പൻ യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? സഹോദരന്മാരുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി യോസേപ്പിനെ ഒന്ന് പറഞ്ഞു വിട്ടു. യോസേപ്പിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പൻ എന്ത് ചെയ്യും? പറഞ്ഞു വിടും. ഒരു ദിവസം ഇതുപോലെ സഹോദരങ്ങൾ ആടുമേയ്ക്കുന്ന സ്ഥലത്തേക്ക് യോസേപ്പിനെ യാക്കോബ് എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. സഹോദരങ്ങളുടെ ക്ഷേമ വിവരങ്ങളൊന്ന് അന്വേഷിച്ചു വരിക. അനുസരണമുള്ള യോസേപ്പ് അപ്പന്റെ വാക്കിന് വിധേയപ്പെട്ട് അനുസരിച്ചുകൊണ്ട് സഹോദരങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ ചെല്ലുക. ചിലയിടങ്ങളിൽ സാധാരണ ആടുമേയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചപ്പോൾ അവിടെയെങ്ങുമില്ല. എന്നാൽ പിന്നീട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ തന്റെ സഹോദരങ്ങൾ ആടുമേയ്ക്കുന്നു. ആടുമേയിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ സഹോദരങ്ങൾ ദൂരത്ത് നിന്ന് യോസേപ്പിനെ കണ്ടു. അവരുടെ അകത്ത് അരിശം കൂടി വന്നു, പക കൂടി വന്നു. അവര് പറഞ്ഞു, ഇതാ വരുന്നു സ്വപ്നക്കാരൻ, നമ്മുടെ രാജാവാകുമെന്ന് പറഞ്ഞവൻ. ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ, വിവരങ്ങൾ അന്വേഷിക്കാൻ വന്ന തന്റെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് വന്ന യോസേപ്പിനെ അവർ പിടിച്ചു. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലം, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ മുൻപിൽ തകരാൻ അനുവദിക്കാതെ വാഗ്ദത്ത നിവർത്തിയിലേക്ക് കയറ്റുന്ന ദൈവം.